തിരുമുപ്പം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കപ്പേള തിരുനാൾ. രാവിലെ കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്നുള്ള പുണ്യാളന്റെ രൂപം പ്രദക്ഷിണമായിട്ട് കപ്പേളയിൽ കൊണ്ടുവന്നു. കൊടിയേറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തൊട്ട് എല്ലാ യൂണിറ്റുകളിലേക്കും അമ്പിറങ്ങും. സാധാരണ ഞങ്ങളുടെ യൂണിറ്റിൽ ഞായറാഴ്ചയാണ് വരാറ്. ഇന്ന് ശനിയാഴ്ച വൈകിട്ടെടുത്തു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലും അമ്പ് കയറ്റി പ്രാർത്ഥിച്ചു. രാത്രി ഒരു 7:45 ആയപ്പോഴാണ് എല്ലാ വീടുകളിലും കയറ്റി തിരിച്ച് കപ്പേളയിലേക്ക് അമ്പ് കൊണ്ടുപോയത്. ഇപ്രാവശ്യം വൈകിട്ടായതുകൊണ്ട് തന്നെ യൂണിറ്റിലെ ഒട്ടുമിക്ക ആൾക്കാരും തിരിച്ച് അമ്പ് കപ്പേളയിൽ എത്തിക്കാനുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ ആദ്യ ദിവസമായിട്ടുള്ള ഇന്നാണ് നേർച്ച സദ്യ ഉള്ളത്. അങ്ങനെ അമ്പ് തിരിച്ചു കയറ്റി ഞങ്ങൾ നേർച്ച സദ്യ കഴിച്ചു. പുണ്യാളനെ കണ്ട് രൂപമുത്തി പ്രാർത്ഥിക്കാനും നേർച്ച സദ്യ കഴിക്കാനും ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇതുപോലെ പ്രദക്ഷിണം പോണ വഴി മൊത്തത്തിൽ അലങ്കരിച്ചിട്ടുണ്ടാവും. അങ്ങനെ നേർച്ച സദ്യയും കഴിച്ച് പുണ്യാളുടെ രൂപം മുത്തി 2 ഐസ്ക്രീമും മേടിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. റോഡ് പണി ചതിച്ചില്ലായിരുന്നെങ്കിൽ ഈ വഴിയായിരുന്നു പ്രദക്ഷിണം പോകേണ്ടത്. ഇത് 2ാമത്തെ ദിവസത്തെ ക്ലിപ്പിങ്സ് ആണ്. വൈകിട്ടാണ് കുർബാന. അങ്ങനെ ഞാനും ഡോണയും കൂടി കപ്പേളയിൽ പോകാൻ റെഡിയായി. കുർബാന 5:30 പ്രസിദ്ധേന്തി വാഴ്ച ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. കപ്പേളയുടെ സൈഡിലുള്ള ഗ്രൗണ്ടിലായിരുന്നു കുർബാന. പ്രസിദ്ധേന്തി വാഴ്ച തുടങ്ങിയതും കുർബാന തീർന്നതൊക്കെ പെട്ടെന്നായിരുന്നു. അത്യാവശ്യം ഒരുപാട് പ്രസിദ്ധേന്തിമാരും ഉണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞ് പുണ്യാളൻ്റെ രൂപം മുത്താൻ നല്ല തിരക്കായിരുന്നു. കുർബാനയ്ക്ക് ശേഷം തമുക്ക് നേർച്ച മേടിച്ച് വെടിക്കെട്ടും കണ്ട് കുറച്ച് നേരം ചെണ്ടമേളവും കേട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഈ വർഷത്തെ കപ്പേള പെരുന്നാളും കഴിഞ്ഞു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.